നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. കോളം ക്രൊമാറ്റോഗ്രഫിയിൽ രണ്ട് തരത്തിലുള്ള ക്രൊമാറ്റോഗ്രഫീസ് വരുന്നുണ്ട്. ഫസ്റ്റ് ലിക്വിഡ് സോളിഡ് അഡ്സോപ്ഷൻ ക്രൊമാറ്റോഗ്രഫി, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയാം അഡ്സോപ്ഷൻ കോളം ക്രൊമാറ്റോഗ്രഫി എന്നാണ് പറയാം. അപ്പോൾ എന്താ നോക്കാം. Adsorption column chromatography or liquid solid adsorption chromatography is based on the selective adsorption of a sample compounds on an adsorbent column. ഇവിടെ അഡ്സോർബൻ്റ് കോളം നമ്മളൊന്ന് എടുത്തിട്ടുണ്ടായിരിക്കും. അന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെർട്ടൈൻ പാർട്ടിക്കിൾസിനെ നമ്മൾ അഡ്സോർബ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ സിലിക്ക ജെൽ, അലുമിന ഓർ സെല്ലുലോസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെപ്പറേഷൻ എന്ത് വേണം, രണ്ട് ഫേസുകളുണ്ട്. ഒന്ന് എന്താണ് സ്റ്റേഷനറി ഫേസും, ഒന്ന് മൊബൈൽ ഫേസും. അപ്പോൾ സോൾവെൻസ് പൊതുവെ ഏതിൽ പറയുക, മൊബൈൽ ഫേസിലാണ് നമ്മൾ സോൾവെൻസുകൾ എടുക്കുക. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് മൂവ്മെൻറ്റ് കുറവായിരിക്കും. മൊബൈൽ ഫേസ് ആണ് എന്ത്, മൂവ്മെൻറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്. അപ്പോൾ സോൾവെൻറ്റ് ലൈക്ക് പെട്രോളിയം ഈതർ, അസറ്റോൺ, ബെൻസീൻ എക്സെട്ര ആക്ട് ആസ് ദ മൊബൈൽ ഫേസ്, ഈച്ച് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടു ഓപ്പോസിങ് ഫോഴ്സസ്. രണ്ടും എന്താണ്, ഓരോ ഓപ്പോസിങ് ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നിൽക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ആൾ എന്താണ്, റിട്ടാർഡിങ് ഫോഴ്സ് ഇൻ ദ ഫോം ഓഫ് സെലക്റ്റീവ് അഡ്സോപ്ഷൻ അപ്പോൺ ദ സോളിഡ്. പിന്നെ ഒന്നുള്ളത് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ഇൻ ദ ഫോം ഓഫ് ഫ്ലോ ഓഫ് മൊബൈൽ ലിക്വിഡ് സ്പേസ്. ഇപ്പോൾ രണ്ട് ഫോഴ്സസാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. The component most weakly adsorbed by the stationary phase emerges out of the column first and most adsorbed comes out last. ഇപ്പോൾ നമ്മൾ സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അഡ്സോപ്ഷൻ കുറവുള്ള ആളാണ് എന്ത് ചെയ്യുക, ആദ്യം പുറത്തേക്ക് വരിക. അഡ്സോപ്ഷൻ കൂടിയാൽ എന്ത് ചെയ്യും, അയാൾ അവിടെ ആ സർഫസിൽ തന്നെ അഡ്സോർബ് ചെയ്തിട്ട് അവിടെ സെറ്റിൽ ആവുകയാണ് ചെയ്യുക, അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അഡ്സോപ്ഷൻ കുറഞ്ഞ ആൾ ആദ്യം പുറത്തേക്ക് വരും, അഡ്സോപ്ഷൻ കൂടിയ ആൾ എന്ത് ചെയ്യും, അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് അതിനൊരു എക്സാമ്പിൾ കൂടി നോക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യുക, സെപ്പറേഷൻ ഓഫ് മിക്സർ ഓഫ് ഓർത്തോ നൈട്രോ അനിലിൻ, അതുപോലെ പാരോ നൈട്രോ അനിലിൻ ഓൺ അലുമിന കോളം യൂസിങ് ബെൻസീൻ സോൾവെൻറ്റ്. അപ്പോൾ ബെൻസീനെ മൊബൈൽ ഫേസ് ആയിട്ട് എടുത്തിട്ട് ഓർത്തോ നൈട്രോട്രോളിനും പാരാ നൈട്രോട്രോളിനും മിക്സറിനെ അതിനാണ് നമ്മൾ സ്റ്റേഷനറി ഫേസിൽ യൂസ് ചെയ്യുക. അപ്പോൾ വീക്ക്ലി അഡ്സോർബ്ഡ് ഓർത്തോ കോമ്പൗണ്ട് കംസ് ഔട്ട് ഫസ്റ്റ് ഡ്യൂറിങ് ദ അലൂഷൻ. ഇപ്പോൾ ഓർത്തോ നൈട്രോട്രോളിനും പാരാ അനിലിനും എടുത്താൽ അതിൽ അബ്സോർപ്ഷൻ കുറവുള്ള ആൾ, അതായത് ഓർത്തോ നൈട്രോ അനിലിൻ, ഓർത്തോ കോമ്പൗണ്ടിനാണ് എന്ത്, അബ്സോർപ്ഷൻ കുറവ്. അപ്പോൾ അയാളെ ആദ്യം പുറത്തേക്ക് വരും, മറ്റാളെന്ത് ചെയ്യും, അവിടെ നിൽക്കും, സ്റ്റേഷനറി ഫേസിൽ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അബ്സോർപ്ഷൻ വഴി അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ ഓരോ ആൾക്കാരെ മിക്സറായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നോക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. പിന്നെ പ്രോസസ്സ് പറയുന്ന സമയത്ത് ആൻ അഡ്സോർബൻറ്റ് കോളം ഈസ് പ്രിപ്പയർഡ് ബൈ പാക്കിംഗ് എ ലോങ് ഗ്ലാസ് ട്യൂബ് യൂണിഫോംലി വിത്ത് എ സ്യൂട്ടബിൾ അഡ്സോർബൻറ്റ്. അപ്പോൾ എന്താണ്, ഒരു ലോങ് കോളം അല്ലെങ്കിൽ വലിയൊരു പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബൈ പാക്കിംഗ് എ ലോങ് ഗ്ലാസ് ട്യൂബ് യൂണിഫോംലി വിത്ത് എ സ്യൂട്ടബിൾ അഡ്സോർബൻറ്റ്. അപ്പോൾ ആ ഗ്ലാസ് ട്യൂബിൽ എല്ലായിടത്തും നമ്മൾ എന്താണ്, അഡ്സോർബൻസോൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. A solution of the mixture of the components in a suitable solvent is then introduced at the top of the column. അപ്പോൾ നമ്മൾ ഏതാണോ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മിക്സറിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഒഴിക്കും. ആസ് ഇറ്റ് പെരിക്കുലേറ്റ്സ് ത്രൂ ദ കോളം, അതെന്ത് ചെയ്യും, താഴത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. മുകളിൽ വെച്ച് എന്ത് ചെയ്യും, താഴത്തേക്ക് ഇങ്ങനെ ഒഴുകും. ഒഴുകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, മോസ്റ്റ് റിഡ്ലി അഡ്സോർബ്ഡ് കോൺസ്റ്റിറ്റ്വൻറ്റ് ആർ ഹെൽഡ് അറ്റ് ദ ടോപ്പ്. നല്ലോണം അഡ്സോർബ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, മുകളിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കും. അതേഴ്സ് വിത്ത് ഡിക്രീസിങ് അഡ്സോർബിലിറ്റീസ് ആർ ഹെൽഡ് അറ്റ് ഡിഫറെൻറ്റ് സോൺസ് ഓർ ബാൻഡ്സ്. പിന്നെ ബാക്കിയുള്ള ആൾക്ക് എന്താണ്, അഡ്സോർബൻസ് കുറവുള്ള ആൾക്കാർ എന്ത് ചെയ്യും, താഴത്തേക്ക് ഒഴുകും. ആ ഒഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും ഡിഫറെൻറ്റ് അഡ്സോർബിലിറ്റീസ് എനിക്ക് ഉണ്ടാവുക. പിന്നെ എന്ത് ചെയ്യും, താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് പല പല സോണായിട്ട് എന്ത് ചെയ്യും, അവർ അഡ്സോർബ് ചെയ്തിട്ട് നിൽക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓരോ സോണായിട്ട് നമ്മൾ തിരിച്ച് അഡ്സോർബേഷൻ മാറ്റിയെടുത്താൽ എന്ത് ചെയ്യും, നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും. ദ പാർഷ്യൽ സെപ്പറേഷൻ മേ ബി ഇംപ്രൂവ്ഡ് ബൈ പാസിങ് സം മോർ ഓഫ് ദ ഒറിജിനൽ സോൾവെൻറ്റ്.
അപ്പോൾ ഈ പാർഷ്യൽ സെപ്പറേഷനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കുറച്ച് ഒറിജിനൽ സോൾവെൻ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പ്രോസസ്സിനെ നമ്മൾ പറയാം ഡെവലപ്മെൻറ്റ് ഓഫ് ദ ക്രൊമാറ്റോഗ്രാം എന്നാണ് പറയാം. ഈ പ്രോസസ്സിനെ പറയാം ഡെവലപ്മെൻറ്റ് ഓഫ് ക്രൊമാറ്റോഗ്രാം എന്നാണ് പറയാം. The individual components are extracted from the adsorbent by passing a suitable solvent down the column. അപ്പോൾ ഓരോ സോണിലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള സ്യൂട്ടബിൾ സോൾവെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കൂടെ ഒഴിക്കുകയാണ് ചെയ്യാം. The components are then washed down by one by one in the increasing order of their adsorbabilities. അപ്പോൾ അഡ്സോർബിലിറ്റീസ് കൂടുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, താഴത്തേക്ക് വരിക. ഏറ്റവും കുറഞ്ഞ ആൾ ആദ്യം വരും, പിന്നെ അതിനേക്കാളും കൂടിയാൽ, അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ത് ചെയ്യുക, താഴത്തേക്ക് വരിക. ആൻഡ് ദേ ആർ കളക്റ്റഡ് സെപ്പറേറ്റ് ഫ്രാക്ഷൻസ്. അവരെന്ത് ചെയ്യും, സെപ്പറേറ്റ് ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. മോസ്റ്റ് അബ്സോർബ്ഡ് വൺ, അതിന് നമ്മളിപ്പോൾ ABC എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അബ്സോർബ്ഡ് വൺ കംസ് ഔട്ട് ലാസ്റ്റ്. അതിനാണ് നമ്മളതിന് ചിത്രത്തിൽ ഏത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്താണ്, ഏറ്റവും അവസാനമാണ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്ത സാധനം, അല്ലെങ്കിൽ നല്ലോണമായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള സാധനം എന്ത് ചെയ്യുക, അവസാനം വേണ്ടി വരിക. മോസ്റ്റ് വീക്ക്ലി അബ്സോർബ്ഡ് വൺ ആണ് എന്ത് ചെയ്യുക, ആദ്യം വരിക. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഡിസോൾവിങ് ഔട്ട് ദ കോമ്പൗണ്ട് ഫ്രം ദ adsorbent using a suitable solvent is called elution and the solvent used is called eluent. അപ്പോൾ മുകളിൽ നമ്മൾ കൊടുക്കുന്ന സാധനം എന്താണ്, ഇലുവൻ്റ്. നമ്മൾ ഈ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ അറിയാം മുകളിൽ ഇലുവൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇലുവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അഡ്സോർബ് ചെയ്ത സാധനത്തിന് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഡീസോർബ് ചെയ്തിട്ട് കിട്ടണം. ആ ഡീസോർബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒഴിക്കുന്ന സോൾവെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലുവൻ്റ് എന്ന് പറയുക. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, എലൂഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, സെപ്പറേഷൻ ഓഫ് 2 or more സിമിലർ ഓർഗാനിക് കോമ്പൗണ്ട് ഓഫ് എ മിക്സ്ചർ. ഒരു മിക്സ്ചറിൽ സിമിലർ ആയിട്ടുള്ള 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ സെപ്പറേഷൻ അത് യൂസ് ചെയ്യും. പിന്നെ യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് ദ നാച്ചുറൽ പ്രൊഡക്ട്സ്, പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ഫ്രം ദ കണ്ടാമിനൻസ്. ഇതിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ മെത്തഡാണ് യൂസ് ചെയ്യുക. ഇനി എന്താണ് പാർട്ടീഷൻ കോളം ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ 2 എണ്ണമാണ് വരുന്നത്. അതിൽ രണ്ടാമത്തെ എന്ത്, പാർട്ടീഷൻ കോളം ക്രൊമാറ്റോഗ്രഫി, അല്ലെങ്കിൽ ഇതിന് നമ്മൾ പറയുക ലിക്വിഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. മറ്റേത് ലിക്വിഡ് സോളിഡ് ആയിരുന്നു, ഇതെന്താണ് ലിക്വിഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. ഇവിടെ എന്താ ചെയ്യുന്നത്, ദ പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ദ സെയിം സാമ്പിൾ ഹാവ് ഡിഫറെൻറ്റ് പാർട്ടീഷൻ കോഫിഷ്യൻസ് ഫോർ എ ഗിവൻ പെയർ ഓഫ് ഇംമിസിബിൾ ലിക്വിഡ്സ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ, ഒരു സാമ്പിൾ മിക്സറിൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും പാർട്ടീഷൻ കോഫിഷ്യൻസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എഴുതുക K=, അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുക K=CS/Cm. അതിൽ CS എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റേഷനറി ഫേസ്. M എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് മൊബൈൽ ഫേസ്. The component with highest K is retarded most by the stationary phase. അപ്പോൾ ഈ കെയുടെ വാല്യൂ ഹയർ ആണെങ്കിൽ, അതായത് CS/Cm, അപ്പോൾ CM കൂടിയാലാണ് എന്ത്, CS കൂടിയാലാണ് എന്ത് ചെയ്യുക, കെയുടെ വാല്യൂ കൂടുക, അല്ലെങ്കിൽ CM കുറയണം. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ അങ്ങനെ ഹയസ്റ്റ് K വന്നാൽ എന്ത് സംഭവിക്കും, ആ കമ്പോണൻറ്റ് പെട്ടെന്ന് താഴത്തേക്ക് വരും, റിട്ടാർഡറായിട്ട് പെട്ടെന്ന് വരും. ദ കമ്പോണൻറ്റ് വിത്ത് ദ ലീസ്റ്റ് K ഈസ് ക്യാരിഡ് ഔട്ട് മോസ്റ്റ് ക്വിക്കലി ബൈ ദ മൊബൈൽ ഫേസ്. അവിടുത്തെ പ്രോസസ്സ് എന്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇൻ പാർട്ടീഷൻ കോളം ക്രൊമാറ്റോഗ്രഫി എ കോളം ഓഫ് എ ഫൈൻലി ഡിവൈഡഡ് സോളിഡ് അഡ്സോർബൻറ്റ് ഹോൾഡിംഗ് എ സ്യൂട്ടബിൾ പോളാർ ലിക്വിഡ് ഫേസ് ഫിക്സ്ഡ് ആൻഡ് ഇമ്മൊബൈൽ ഓൺ ഇറ്റ് ഈസ് ഫസ്റ്റ് പ്രിപ്പയർഡ്. അപ്പോൾ എന്താണ്, അതിന് വേണ്ട സെറ്റപ്പുള്ള ആ കോളം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം പ്രിപ്പയർ ചെയ്തു. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് എ സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ഇവിടെ അതിനെ ആ കോളം തന്നെ എന്താണ്, സ്റ്റേഷനറി ഫേസ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടർ ഇറ്റ് സെൽഫ് ക്യാൻ ആക്ട് ആസ് സ്റ്റേഷനറി ലിക്വിഡ്. ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് ദ components is first made a slurry with solid adsorbent and is transferred to the top of the column. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന മിക്സറിന് ഒരു സ്ലറി ഫോമാക്കി മാറ്റി, ആരോടൊപ്പം സോളിഡ് അഡ്സോർബൻറ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എന്ത് ചെയ്തു, ഒരു സ്ലറി മിക്സറായിട്ടാണ് ആക്കിയത്. അങ്ങനെ എന്ത് ചെയ്യും, അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദ മൊബൈൽ ഫേസ് വിച്ച് ഈസ് എ നോൺ പോളാർ ലിക്വിഡ് ഫേസ്
immiscible with the stationary phase is introduced at the top of the column. As it trickles down the column, the distribution of the components between the two immiscible liquids takes place. അപ്പോൾ താഴത്തേക്ക് വരുന്നവർ എന്ത് ചെയ്യും, ഇമ്മിസിബിൾ ലിക്വിഡ്സിൻ്റെ സെപ്പറേഷൻ അവിടെ നിന്ന് വരും, ഉണ്ടാവാനായിട്ട് തുടങ്ങും. കമ്പോണൻസ് വിച്ച് ഗോ റെഡ്ലി ഇൻ ടു ദ സ്റ്റേഷനറി ലിക്വിഡ് ഫേസ് റിട്ടാർഡഡ് ഇൻ ദയർ മൂവ്മെൻറ്റ്. കമ്പോണൻസ് വിച്ച് ഗോ റെഡ്ലി ഇൻ ടു ദ മൊബൈൽ ഫേസ് മൂവ്സ് ഫാസ്റ്റ്. അപ്പോൾ മൊബൈൽ സ്പേസിലേക്ക് വരുന്ന ആളാണ് എന്ത് ചെയ്യുക, പെട്ടെന്ന് താഴത്തേക്ക് വരാം. The difference in the rate of migration of the components brings about a separation. The components that are held back by the stationary liquid phase are later elucidated using suitable solvent. അപ്പോൾ കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, മൊബൈൽ ഫേസിലേക്കും കുറച്ച് എന്താണ് സ്റ്റേഷനറി ഫേസിലേക്കും പോകും. സ്റ്റേഷനറി ഫേസിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും, മുകളിൽ തന്നെ ഹെൽഡ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ അഡ്സോർബൻസ് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും, അവർ അടിയേക്ക് എത്തില്ല, പകരം എന്ത് ചെയ്യും, മുകളിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. മൊബൈൽ ഫേസിലേക്ക് കിടക്കുന്ന ആൾ എന്ത് ചെയ്യും, പെട്ടെന്ന് താഴത്തേക്ക് വരും. അപ്പോൾ സ്റ്റേഷനറി ഫേസിലുള്ള ആൾ എന്ത് ചെയ്യും, മുകളിൽ തന്നെ ഉണ്ടാവും. അയാളെ നമ്മൾ എന്ത് ചെയ്യും, ഇലുവൻ്റ് അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റ്, അതിനെ നമ്മൾ ഇലുവൻ്റ് എന്ന് പറയാം. എന്നിട്ട് ഇലുവൻ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് സെപ്പറേഷൻ ഓഫ് കോമ്പോണൻസ് ഇൻ ദ മിക്സർ ഓഫ് എൻ ഓർഗാനിക് ഓർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇനോർഗാനിക് അല്ലെങ്കിൽ ഓർഗാനിക്കിൽ വരുന്ന കോമ്പോണൻസിൻ്റെ മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ, ലബോറട്ടറി ആസ് വെൽ ആസ് ഇൻഡസ്ട്രീസിൽ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യും. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഓർ ഇനോർഗാനിക് കോമ്പൗണ്ട് ഓഫ് എ മിക്സർ. ഒരു മിക്സറിൽ ഓർഗാനിക് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യും. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.